ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിലും ആത്മീയമായ അസ്വസ്ഥതകളെ ഭയപ്പെടാതെ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കാൻ യുവജനങ്ങൾക്ക് ലിയോ 14 പാപ്പയുടെ ആഹ്വാനം. സ്പെയിൻ സന്ദർശനത്തിന്റെ ഭാഗമായി ബാഴ്സലോണയിലെ ലൂയിസ് കമ്പാനിസ് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ യുവാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷമ എന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയല്ലെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അത് ആന്തരികമായ മുറിവുകളെ സൗഖ്യമാക്കുന്ന ദീർഘമായൊരു ആത്മീയ യാത്രയാണ്. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാനുള്ള കരുത്ത് ആർജിക്കണമെന്നും അദ്ദേഹം യുവാക്കളെ ഉദ്ബോധിപ്പിച്ചു. അമേരിക്കയിലെ ടെക്സസ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പാഠ്യപദ്ധതിയിൽ ക്രൈസ്തവ വിശ്വാസത്തിനും ബൈബിളിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനുള്ള നീക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. പുതിയ പഠന മാനദണ്ഡങ്ങൾക്കും ബൈബിൾ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സാമൂഹ്യ പാഠ്യപദ്ധതിക്കും അന്തിമ അംഗീകാരം നൽകുന്നതിനായുള്ള വോട്ടെടുപ്പ് നടത്താൻ ഒരുങ്ങുകയാണ് ടെക്സസ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. അമേരിക്കയുടെ രൂപീകരണത്തിലും പാശ്ചാത്യ നാഗരികതയുടെ വളർച്ചയിലും ക്രൈസ്തവ വിശ്വാസം ചെലുത്തിയ സ്വാധീനം കുട്ടികളെ കൂടുതൽ വിശദമായി പഠിപ്പിക്കണമെന്നാണ് പുതിയ നിർദ്ദേശങ്ങളിലുള്ളത്. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ലിയോ 14 പാപ്പയും പ്രശസ്ത പ്യൂർട്ടോ റിക്കൻ പോപ്പ് ഗായകൻ ബാഡ് ബണ്ണിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡിലെ സാന്റിയാഗോ ബെർണാബ്യൂ സ്റ്റേഡിയത്തിൽ വെച്ച് ജൂൺ 8 തിങ്കളാഴ്ചയായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. വത്തിക്കാന്റെ പ്രത്യേക മുൻകൈയിലാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേദിയൊരുങ്ങിയത്. ബാഡ് ബണ്ണിയുടെ കുടുംബങ്ങളും ഈ സമയം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മാർപ്പാപ്പ പങ്കെടുത്ത യുവാക്കളുടെ പ്രാർത്ഥന ചടങ്ങും ബാഡ് ബണ്ണിയുടെ സംഗീത പരിപാടിയും ഒരേ ദിവസങ്ങളിലായി മാഡ്രിഡിൽ ക്രമീകരിച്ചിരുന്ന പശ്ചാത്തലത്തിലാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച നടന്നത്. മൊബൈൽ സ്ക്രീനുകളിൽ കുട്ടിക്കാലം തളച്ചിടുന്ന ആധുനിക യുഗത്തിൽ വേറിട്ട കാരുണ്യ ദൗത്യത്തിലൂടെ സോഷ്യൽ മീഡിയയുടെ കയ്യടി നേടുകയാണ് ബ്രസീലുകാരനായ 12-കാരൻ. ബ്രസീലിലെ സാന്താ കാതറീന സംസ്ഥാനത്തിലെ ബ്രൂസ്ക നഗരത്തിൽ നിന്നുള്ള സാമുവൽ ഹോഫ്മാൻ എന്ന ബാലനാണ് ഏവർക്കും മാതൃകയായി മാറിയിരിക്കുന്നത്. ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളായ കുട്ടികൾക്കായി സ്വന്തം കൈപ്പടയിൽ കൊന്തകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുകയാണ് സാമുവൽ. വേദന അനുഭവിക്കുന്ന കുട്ടികൾക്ക് മാനസികമായ കരുത്തും പ്രത്യാശയും നൽകാൻ അർത്ഥവത്തായ ഒരു സമ്മാനം നൽകണമെന്ന ചിന്തയിൽ നിന്നാണ് അവനെ ഈ ആശയം തോന്നിയത്. ഇതിനായി അവർ ലേഡീസ് ടീയേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ചെടിയുടെ വിത്തുകളാണ് സാമുവൽ ഉപയോഗിക്കുന്നത്. ആത്മീയതയും പരമ്പരാഗത കരകൗശല വിദ്യയും സമന്വയിച്ചപ്പോൾ കാനറി ദ്വീപുകളിൽ പിറന്നത് ചരിത്രപ്രധാനമായ ഒരു അപൂർവ ഉപഹാരം. കാനറി ദ്വീപ് സർക്കാരിന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ടൗൺ ഓഫ് ഇൻജനിയോയിലെ ലേസ് മേക്കേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ ഒത്തുചേർന്ന് ലിയോ 14 പാപ്പയ്ക്കായി തുന്നിയെടുത്ത തിരുവസ്ത്രങ്ങളും അൾത്താരവിരിയുമാണ് ഇപ്പോൾ ലോകശ്രദ്ധ ആകർഷിക്കുന്നത്. 8 ലേസ് നിർമ്മാതാക്കളും 2 തയ്യൽക്കാരും ചേർന്ന് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ 1400-ലധികം മണിക്കൂറുകൾ നീണ്ട അധ്വാനത്തിലൂടെയാണ് ഈ വസ്ത്രങ്ങൾ പൂർത്തിയാക്കിയത്. വെള്ളത്തുണിയിൽ വെള്ളനൂൽ കൊണ്ട് തന്നെ തുന്നിയ ഈ വസ്ത്രങ്ങളിൽ കാനറി ദ്വീപുകളുടെ വിശ്വാസവും ചരിത്രവും ഒരുപോലെ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.